ദ ചാമ്പ്യൻസ് ലീഗ് ഈസ് ബാക്ക് ആൻഡ് ഓൾറെഡി കുറച്ച് ദിവസം മുന്നേ ഉണ്ടായിരുന്ന പോപ്പുലർ നറേറ്റീവ്സ് ഒക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. യെസ്, ഞാൻ റയൽ മഡ്രിഡ് ആൻഡ് വിനീഷ്യസ് ജൂനിയർ ആ ഒരു സിറ്റുവേഷനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. ബട്ട് അതിനു മുന്നേ അൽഫ്രോഡ് നാസർ അവർ 2-1 ജയിച്ചിട്ടുണ്ട് കേട്ടോ. വളരെ നല്ല കാര്യം. അൽ ദമാക് എഫ് സിക്കെതിരെ 2-1 ജയിച്ചിട്ടുണ്ട്. ആൻഡ് അണ്ണൻ സ്കോർഡ് ആളുടെ 960ാമത്തെ ഗോൾ. 40 more to go. ഉള്ളതുപോലെ തന്നെ പറയാ, മിഡ് പെർഫോമൻസ് ബൈ അൽ നസർ, മിഡ് പെർഫോമൻസ് ബൈ അണ്ണൻ. പക്ഷേ ഇൻ ദ എൻഡ് ആ ഒരു 3 പോയിന്റ് കിട്ടി. അതുകൊണ്ട് നമുക്ക് തൃപ്തിപ്പെടാം. എന്തായാലും ഞാൻ ഓൾറെഡി ആ ഒരു സെൻസിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത്തവണയും ലീഗ് അൽ ഹിലാലിനെ മറികടന്നിട്ടൊന്നും അൽ നാസറിന് നേടാൻ കഴിയൂല എന്നുള്ള ഒരു കാര്യം അതിനുള്ളതില്ല, കൂട്ടിയാ കൂടൂല. CR7 കുറിച്ചിട്ട് പറയുമ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ഓൾഡ് CR7 അല്ലെങ്കിൽ ഫാൻസ് ബൂ ചെയ്താലും തൊട്ടടുത്ത മാച്ചിൽ റെസ്പോണ്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് CR7. ഒബ്വിയസ്ലി അത് വിനീഷ്യസ് ജൂനിയറിന്റെ സിറ്റുവേഷനെ കണക്ട് ചെയ്തിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ആൻഡ് കഴിഞ്ഞ ദിവസം റയൽ മഡ്രിഡ് വേഴ്സസ് മൊണാക്കോ 6-1 റയൽ മഡ്രിഡ് മൊണാക്കോയെ ഡിസ്ട്രോയ് ചെയ്തു എന്ന് തന്നെ പറയാം. ആൻഡ് ആ ഒരു മാച്ചിലെ മാൻ ഓഫ് ദി മാച്ച് വിനീഷ്യസ് ജൂനിയർ. കുറച്ച് ദിവസങ്ങൾക്ക് മാത്രം മുന്നേ തൻ്റെ ഓരോ ടച്ചിലും ബൂ ചെയ്ത ആ സെയിം ഫാൻസിന് മുന്നിലെ ഒരു കിഡിലൻ പെർഫോമൻസ്. ആൻഡ് ഓൾറെഡി ഫാൻസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന ഡൗട്ട്സ് ആയാലും ആ ഒരു നെഗറ്റീവ്സ് ആയാലും അത് മാറിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. എന്തൊക്കെ ബഹളായിരുന്നു. ഫുട്ബോൾ റീസൻസി ബയാസ് കാരണം പ്ലേയേഴ്സിന് ഒരു മോശം ഫേസ് വരെ ഉണ്ടാവാൻ പറ്റാത്തൊരവസ്ഥയാണ്. പിന്നെ ഉണ്ടായിരുന്ന 2 റൂമേഴ്സ്, എംബാപ്പെ ആൻഡ് വിനി അവർ തമ്മിൽ ഇഷ്യൂ ആണ്, അതാണ് ഇതാണ്. അതുപോലെ ബെല്ലിങ്ങാം ഒരു ആൽക്കഹോൾ അഡിക്റ്റ് ആണ്, അതുകൊണ്ടാണ് ആൾക്ക് ഇപ്പോൾ ശരിക്കും കളിക്കാൻ കഴിയാത്തത്. ബെല്ലിങ്ങാമിന്റെ ആ ഒരു സെലിബ്രേഷൻ കണ്ടില്ലേ, അത് അതിനുള്ളൊരു റെസ്പോൺസാണ്. എനിവേ, ഈ ഒരു റിസൾട്ട് കൊണ്ട് മാത്രം റയൽ മഡ്രിഡ് ഈസ് ബാക്ക് അങ്ങനെയൊന്നും ഞാൻ പറയാൻ പോണില്ല. ബട്ട് ചെറിയൊരു ശുഭപ്രതീക്ഷ, 100% വിജയം എന്നുള്ളത് ഫാൻസിന്റെ മൈൻഡിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഓരോ കുറ്റം പറയാൻ പറ്റൂല. എന്തായാലും നിങ്ങളുടെ ഒപ്പീനിയൻസ് കമന്റ് ചെയ്യാം. കുറച്ച് സർപ്രൈസിങ് റിസൾട്ട്സ് തന്നെ ഉണ്ടായിരുന്നു. കറന്റ് ചാമ്പ്യൻസ് ആയിട്ടുള്ള PSG സ്പോർട്ടിങ്ങിനോട് 2-1 തോറ്റു. അതും 90-ാം മിനിറ്റിലൊക്കെ ആയിട്ടാണ് സ്പോർട്ടിങ് അവരുടെ വിന്നിംഗ് ഗോൾ നേടിയത്. അതുപോലെ അസർബൈജാൻ ക്ലബ് ആയിട്ടുള്ള കരബാഗ് FK ബുണ്ടസ് ലീഗ ക്ലബ് ആയിട്ടുള്ള ഫ്രാങ്ക്ഫർട്ടിനെ 3-2 തോൽപ്പിച്ച് ചാമ്പ്യൻസ് ലീഗിന്റെ നോക്കൌട്ട്സിന് ഏകദേശം ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. പ്രീമിയർ ലീഗ് ക്ലബ്സ് ആയിട്ടുള്ള ആഴ്സണൽ, ചെൽസി, ടോട്ടനം, ലിവർപൂൾ ഇവരെല്ലാവരും ജയിച്ചപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റി യുണൈറ്റഡിനെതിരെ തോറ്റ ആ ഒരു ക്ഷീണം മാറാത്തത് കൊണ്ടാണോ എന്നറിയില്ല, നോർവീജിയൻ ക്ലബ് ആയിട്ടുള്ള ബോഡോ ഗ്ലിംറ്റിനെതിരെ 3-1 തോറ്റിട്ടുണ്ട്. വയ്യേ, പോയിന്റ് ടേബിളിലെ ആ ഒരു ടോപ്പ് 8 വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഒരു ടീമാണ് സിറ്റി. ഈ ഒരു തോൽവി അവർക്ക് ചെറിയൊരു പണിയൊന്നല്ല കേട്ടോ കൊടുത്തിട്ടുള്ളത്. ആൻഡ് ടോപ്പ് 8 കാര്യം പറയുമ്പോൾ FC ബാർസലോണ ഒരു ക്രൂഷ്യൽ റിസൾട്ട് വേഴ്സസ് സ്ലാവിയ പ്രാഹ. ഫസ്റ്റ് ഹാഫിലൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടിയെങ്കിലും ഫൈനൽ റിസൾട്ട് വന്നപ്പോൾ 4-2 അവർക്കെതിരെ ജയിച്ചിട്ടുണ്ട്. ഒരു കിഡിലൻ പെർഫോമൻസ് ബൈ ഫെർമിൻ ലോപ്പസ്, അത്രക്കും ക്ലച്ച് ആയിട്ടുള്ള 2 ഗോളുകൾ. അതുപോലെ സബായിട്ട് വന്ന ഡാനി ഓൾമയും ഒരു കിഡിലൻ ഗോളൊക്കെ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ബാർസലോണ ജയിച്ചെങ്കിലും അവരുടെ അല്ലെങ്കിൽ ഫാൻസിന്റെ മൈൻഡിൽ ഓടിക്കൊണ്ടിരിക്കാൻ പോകുന്ന ഒരു കാര്യം പെഡ്രിക്ക് വന്നിട്ടുള്ള ഒരു ഹാംസ്ട്രിങ് ഇഞ്ചുറിയാണ്. കുറച്ച് വീക്സ് ആൾ ഔട്ട് ആവും എന്നൊക്കെ പറഞ്ഞ് കേൾക്കണം. എന്തായാലും 1 more match day. ഓക്കെ, അതിനുശേഷമാണ് റിയൽ എക്സൈറ്റ്മെന്റ്, ആ ഒരു ചാമ്പ്യൻസ് ലീഗിന്റെ എക്സൈറ്റ്മെന്റ് എനിക്ക് വരാൻ പോണത്. വെയിറ്റിംഗ് ഫോർ ദാറ്റ്. അതുവരെ അത്രക്കുള്ളൂ. ബൈ.